ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ, അതായത് ഒ സി കൃഷ്ണകുമാറിന് ഒരു ആ, അനു ആ, അനുകൂലമായിട്ട്, അനുകൂലമെന്ന് പറയേണ്ടതില്ല. കാരണം ഒസിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഒസിൻ്റെ ഷോപ്പിൽ നടന്ന ക്യാഷ് തിരിമറിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കേസിൽ 100% അതിൻ്റെ എല്ലാ ന്യായവും ഒസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ ഒസിയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളോ ഒസിയുടെ സബ്സ്ക്രൈബറോ ഒന്നും അല്ല ഞാൻ. പക്ഷേ ന്യായമായിട്ട് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ചെയ്തു. കാരണം ഒസിൻ്റെ ഒരു സെയിം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും കൂടെ ചെയ്യുന്നത്. അതായത് ഞാനും വളരെ ആഗ്രഹിച്ചാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ ലോൺ എടുത്തു. ഞാൻ സാധാരണ തൊഴിലില്ലായ്മ വേതനം വാങ്ങിയിട്ടില്ല. അതിന് പകരമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഷോപ്പിട്ട് അതെൻ്റെ ജീവിതാവസാനം വരെ കൊണ്ടുപോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഞാൻ അൺമാരീഡ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് മറ്റൊരു ജോലി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതെൻ്റെ ഒരു ഹാൻഡിക്യാപ്ഡായ ഒരു കൂട്ടുകാരിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. ഒരു 7 വർഷം ആ കട റണ്ണിങ് ആയി. എനിക്ക് കുറേ ഈ കടയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനൊരു ദിവസം കടയിൽ സ്റ്റോക്ക് എടുക്കാൻ ചെല്ലും, അല്ലെങ്കിൽ ഞാൻ കണക്ക് വാങ്ങാൻ ചെല്ലുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ റോഡ് സൈഡിലാണ് കട. പോയപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ട് എൻ്റെ കടയിലേക്ക് കയറി. നീ എന്ത് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ ചേച്ചി ഇതെൻ്റെ കടയാണ്. ആ ചേച്ചി പോയി അങ്ങോട്ട് കടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ ഈ സ്റ്റാഫ് എന്നോട് ചോദിച്ചു, പിന്നെ അതെന്ത് ഉഷ അങ്ങനെ പറഞ്ഞത്, ഉഷയുടെ കടയിൽ നിന്ന് അങ്ങനെ പറയണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മന്ദബുദ്ധിയാണെന്ന് ഞാൻ അന്നാണ് തിരിച്ചറിയുന്നത്. സ്വാഭാവികമായി ഒരു ഓണറാണെങ്കിൽ ചോദിക്കും, പിന്നെ എൻ്റെ കട എൻ്റെതെന്നല്ലാതെ ഞാൻ പിന്നെ ആരുടേതെന്ന് പറയണം, നിൻ്റെതെന്ന് പറയണം എന്ന് ചോദിക്കും. അല്ലെ നീ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കും. പക്ഷേ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. കാരണം ഞാനും അവൾ തമ്മിൽ അത്ര ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കാനേ തോന്നിയില്ല. അപ്പോൾ അവളുടേതായ കട പോലെയാണ് ആ കട ഇരുന്ന് കൊണ്ടുപോകുന്നത്. മിക്കവർക്കും അവളുടെ കടയാണെന്ന് അത് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഞാൻ അവിടെ ചെല്ലുന്നത് പിന്നെ ഈ കളക്ഷൻ എടുക്കാൻ മാസത്തിൽ 1 2 അല്ലെങ്കിൽ 3 തവണ. എൻ്റെ കടയിൽ ഗോൾഡ് കവറിങ് ഉണ്ടായിരുന്നു, ലോട്ടറി ഉണ്ടായിരുന്നു, എനിക്ക് ലോട്ടറി ഏജൻസി ഉണ്ടായിരുന്നു, പിന്നെ മൊബൈലിൻ്റെ ഷോപ്പാണ് ഞാൻ ലോൺ എടുത്ത് തുടങ്ങിയത്. പിന്നെ കുറച്ച് അന്ന സമയത്ത് മാസ്ക്, വെള്ള പേപ്പർ, പേന, അങ്ങനെയുള്ള കുറേ അക്സസറീസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം സിമൻറ്റും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ കട പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ അവിടെ കാണാത്തത് കൊണ്ടും ഞാൻ ആ സ്ഥലത്തല്ല താമസമായതുകൊണ്ട് എൻ്റെ സ്വന്തം സ്ഥലത്തിൻ്റെ ജംഗ്ഷനിലായിരുന്നു ആ കട. മിക്കവർക്കും അറിയില്ല ഞാനാണ് അവിടെ കയറ്റുന്നത്. അതെൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആ ജംഗ്ഷനിൽ എനിക്ക് മുമ്പ് കട നടത്തിയിരുന്ന ഓണറുടെ കടയിൽ ഞാൻ വർഷങ്ങളോളം കൂലിക്കിരുന്നിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു വാശിയും കൂടിയായിരുന്നു, എനിക്ക് ആ കട സ്വന്തമായി നടത്തണം എന്നുള്ള ഒരു ഇതിൽ. അങ്ങനെ ഞാൻ തുടങ്ങിയൊരു കടയാണ്. എല്ലാം കൊണ്ടും എൻ്റെ ഒരു അസറ്റായിരുന്നു അത്. പക്ഷേ എന്ത് ചെയ്യാൻ, നിർഭാഗ്യമെന്ന് പറയാൻ ഞാൻ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പിന്നെ എൻ്റെ കട നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 4 വർഷം ഉള്ളപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞു. പ്രതീക്ഷിക്കാതെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് എൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്ന് കട പോയി നോക്കണേ എന്ന് പറയുമെങ്കിലും എനിക്ക് ഇവളത്ര വിശ്വാസമാണ്, ഇവളെന്നെ ഒരിക്കലും ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇവളാൾ ശരിയല്ല, ഇവൾ നിന്നെ ചതിക്കും, പറ്റിക്കും. അപ്പോൾ എനിക്കെപ്പോഴും നമ്മൾ നേരായ വഴിയായതുകൊണ്ട് മറ്റുള്ളവരാ കണ്ണി കാണാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇത്രയും അനുഭവങ്ങൾ അവളിൽ നിന്നുണ്ടായിട്ട് പോലും ഞാൻ അവളെ അവിശ്വസിച്ചില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ കിട്ടിയാലേ പഠിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അത് വളരെ കറക്റ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പിന്നീട് 4 വർഷം എനിക്ക് വേണ്ടി വന്നു. 7ാമത്തെ വർഷം ആണ് ഇവളിൽ നിന്നും. കാരണം ഒന്ന് കടയിലെ കവർ, പിന്നെ വേസ്റ്റ് എടുക്കാൻ ഞാൻ ചെല്ലണം, കട ഒന്ന് തൂത്തുവാരി എൻ്റെ ചവർ കത്തിക്കണമെങ്കിൽ ഞാൻ ചെല്ലണം, ഒരു ലോട്ടറിയിൽ ഒരു പ്രൈസ് അടിച്ചാൽ അത് എഴുതി ഒട്ടിക്കാൻ ഞാൻ ചെല്ലണം. കല്യാണം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒട്ടും വരാൻ പറ്റാത്തൊരവസ്ഥയായി. റെയറായിട്ടായിരുന്നു ഞാൻ എൻ്റെ കടയിൽ പോയിരുന്നത്. ഈ സാധനങ്ങൾ സ്റ്റോക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഞാനായിരുന്നു. അവൾക്ക് അവിടെ നിന്ന് വിറ്റാൽ മാത്രം മതി, ഹാൻഡിക്യാപ്ഡാണല്ലോ. അവൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു, വിശ്വസിച്ചേൽപ്പിച്ചു. അപ്പോൾ എത്ര കസ്റ്റമർ അവിടെ വരുന്നു, ഒരു ദിവസം എത്ര രൂപ കച്ചവടം നടക്കുന്നു എന്നുള്ള ഡെയിലി കണക്ക് എനിക്ക് തരാൻ പറഞ്ഞിട്ട് എനിക്ക് അവൾ ഇതുവരെയും തന്നിട്ടില്ല. മാസത്തിൽ മാത്രമേ എനിക്ക് കണക്ക് തരൂ. അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു 2 വർഷം ആയപ്പോൾ എൻ്റെ ഒരു മാസം ഒരു മൊബൈൽ കടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട്, വെറും വിറ്റുവരവ്, എല്ലാ ചിലവെല്ലാം പോയിട്ട് എനിക്ക് തരുന്നത്
2500 രൂപ, അല്ലെങ്കിൽ മൊത്തം സെയിൽ 2500 രൂപയ്ക്ക്. പക്ഷെ എന്നിട്ട് ഞാൻ അവിശ്വസിക്കുന്നില്ല. ഞാൻ കരുതി ചിലപ്പോൾ നമ്മുടെ അത്ര വലിയ കടയല്ലാത്തതുകൊണ്ട് അതായിരിക്കും എന്ന് ഞാൻ കരുതി. അങ്ങനെ അങ്ങനെ കുറേ നാൾ പോയി. ഞാൻ കയ്യിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു വർഷങ്ങൾ, 2 വർഷമായിട്ട്. എന്നിട്ട് ഞാൻ അവളൊരു വികലാംഗയല്ലേ, അവൾക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവളുടെ ഒരു ഉപജീവന മാർഗമായിട്ടെങ്കിലും അത് അവിടെ വർക്ക് ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ കയ്യിൽ നിന്ന് കാശ് മുടക്കി ആ കട ഞാൻ ഓട്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ അതെനിക്ക് ഇവിടെ മുതലാവുന്നില്ല, ഞാൻ വേറെ കടയിൽ ജോലിക്ക് പോട്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അന്ന് ഞാൻ ഇവളെ അങ്ങ് പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്കിന്ന് ആ കട നഷ്ടമാവില്ലായിരുന്നു. അപ്പോഴും ഞാൻ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു. വീണ്ടും അവളെ ഇരുത്തി അത് പരിഹരിക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അവൾക്ക് ശമ്പളം കൂട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു. പിന്നീട് ഈ മൊബൈൽ കമ്പനിക്കാരറിയാമല്ലോ, ഓരോരോ ഓഫർ വരുന്ന സമയത്ത് ഗിഫ്റ്റായിട്ട് ബാഗ്, ലഞ്ച് ബോക്സ്, കുട, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം അവളാണ് എടുക്കുന്നത്. പിന്നെ 2 കിട്ടുമെങ്കിൽ മാത്രമാണ് ഒരു സാധനം ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ അറിയാതെ ഇവൾ സാധനം എടുത്തു വെച്ച് കച്ചവടം ചെയ്യാൻ തുടങ്ങി. കൊറോണ സമയത്ത് അവളുടെ ചേച്ചി ഹോസ്പിറ്റൽ ജോലി, അവിടുന്ന് മാസ്ക് കൊണ്ടു കൊടുക്കും, അതൊക്കെ ഞാൻ അറിയാതെ വെച്ച് വിറ്റു. അങ്ങനെ ഞാൻ അറിയാതെ കുറേ കാര്യങ്ങൾ അവൾ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് വിശ്വാസം കാരണം ഞാനത് ഒരിക്കലും എനിക്ക് അവളെ സംശയിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവൾ പറഞ്ഞു, അത് നീ കട തുടങ്ങാൻ നിനക്ക് എത്ര രൂപയായി, ആ പൈസ ഞാനങ്ങ് തരാം, എനിക്ക് ഈ കട നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. ഞാൻ 50,000 രൂപ ലോൺ എടുത്തിട്ടാണ് ആ കട തുടങ്ങിയത്. പക്ഷേ 50,000 രൂപയല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവിടെ ആയിട്ടുണ്ട്. പിന്നീട് ഇവൾ നഷ്ടക്കണക്ക് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് ശമ്പളം കൊടുക്കുകയും കറണ്ട് വാടക അടയ്ക്കുകയും എല്ലാ ചിലവും ഞാൻ ചെയ്തിരുന്നത്. അവൾക്ക് കുടിക്കാൻ ഞാൻ ക്യാൻ വാട്ടർ വരെ എടുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു, അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് പൈസ കയ്യിൽ നിന്നായി. അങ്ങനെ ഇവളെനിക്ക് ലാസ്റ്റ് അപ്പോൾ എനിക്ക് അതിന് താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കട മതിയാക്കി താക്കോല് ഞാൻ കൊടുക്കും. എന്നിട്ട് ഇവൾ എനിക്കൊരു ലാസ്റ്റ് സാധനങ്ങളെല്ലാം തിരികെ തരാൻ നേരത്ത് വെറും ഒരു 25,000 രൂപ മാത്രമാണ് എനിക്ക് കടയിൽ നിന്ന് കണക്ക് പറഞ്ഞ് സാധനങ്ങളും ക്യാഷുമായിട്ട് എനിക്ക് തന്നത്. ബാക്കിയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ താക്കോല് കൊണ്ടുവന്ന് ഓണർക്ക് കൊടുക്കുന്ന ആ സ്പോട്ടിൽ ഞാൻ താക്കോല് കൊടുത്ത് ഓണറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മിനിറ്റുകൾക്കകം ഇവൾ ആ താക്കോല് ചെന്ന് വാങ്ങി ഇന്നും ആ കട അവൾ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ വിശ്വസിച്ചേൽപ്പിച്ച എൻ്റെ കൂട്ടുകാരി എന്നെ ചതിച്ച കഥ. ഇത് ഓസീൻ്റെ അനുഭവം. ഓസി വികാരക്ഷോഭത്താൽ ഓസി അത്രേ പറഞ്ഞുള്ളൂ. ഞാനാണെങ്കിൽ ഒരു പക്ഷേ അതിലും കൂടുതൽ പറയും. പക്ഷേ ഞാനന്ന് അവളെ ഒന്നും പറഞ്ഞില്ല. സത്യമാണോ ഞാൻ പറയുന്നത്? ഞാൻ അവളെ ഒരു വാക്ക് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. സത്യമായി ഞാൻ ഒരു മോശം വാക്ക് പോലും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ അതിനുശേഷം അവളോട് സംസാരിക്കില്ല, എനിക്കതിന് പറ്റില്ല. അതുകൊണ്ട് ഇന്നുവരെ ഞാൻ അവളോട് മിണ്ടിയിട്ടില്ല. അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ ഓസീൻ്റെ അനുഭവം കേട്ടപ്പോൾ 69 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരാൾ എത്ര അധ്വാനിക്കണമെന്ന് ആലോചിച്ച് നോക്കും. ഒരു പക്ഷേ നല്ല കളക്ഷനുള്ള കടയും നല്ല സെയിലുള്ള കടയാണെങ്കിൽ അതൊരു വലിയ എമൗണ്ടൊന്നും അല്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. നമ്മളൊരാളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ വർഷങ്ങൾ വേണം. പക്ഷെ നമ്മൾ കള്ളി എന്ന് പറയാൻ ഒരു നിമിഷം മതി. നമ്മൾ ഈ ലോകത്ത് മോഷ്ടിച്ചുകൊണ്ട് ഒരിക്കലും നന്നാവില്ല. മറ്റൊരാളെ വഞ്ചിച്ചും മറ്റൊരാളെ ദ്രോഹിച്ചും നമ്മളുണ്ടാക്കുന്ന ഒരു പൈസയും നമുക്കൊരിക്കലും ഉപകരിക്കില്ല. നമുക്കൊരു നല്ല പേര് സമ്പാദിക്കണമെങ്കിൽ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ആ പേര് കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ സത്യസന്ധതയും മാത്രമാണ്. അതുള്ളതുകൊണ്ട് ദൈവം എന്നെ ഇന്ന് നടത്തുന്നു. ഞാൻ ഇപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ എന്ത് ചെയ്യാം, എന്നാലും നമുക്ക് തെറ്റായ മാർഗത്തിലൊന്നും ചെയ്യാൻ നമുക്ക് മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് ഈ ഓസിയുടെ കടയിൽ ഇത്രയും പൈസ മോഷ്ടിച്ചിട്ടും അവരെ ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം പോലും അവരെ ട്രീറ്റ് ചെയ്ത രീതിയൊക്കെ എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കി. അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവരെ കെയർ ചെയ്യുന്നു, പിന്നെ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിങ്ങളൊന്ന് ഏറ്റുപറ. ആ കുട്ടികൾ സത്യം അവരോട് സോറി പറഞ്ഞു അവരെ കാല് വീണ് ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ അവർ പുറം ലോകം പോലും ഈ കേസ് അറിയില്ല, അവർ നാറില്ലായിരുന്നു. പക്ഷേ ദൈവം അവരുടെ മനസ്സിനെ അങ്ങനെ കല്ലാക്കിയത് എന്തെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇവരെ അങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർ പുറം ലോകം അറിഞ്ഞ് നാറേണ്ടവരാണ് എന്നതാണ് ദൈവേഷ്ടം. അതുകൊണ്ട് കാരണം പലരും ക്രിസ്ത്യാനികളാണ്.
ഒരു ഒരു ദൈവത്തെ അറിയുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ഉറപ്പായും നാറേണ്ടവർ തന്നെയാണ്. അത് ദൈവേഷ്ടമാണ്. കാരണം ദൈവം അവരെ പിടിച്ചതാണ് കൈയോടെ. അപ്പോൾ അതാർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കണം അവർ ഈ അവസാന നിമിഷം ഇങ്ങനെയുള്ള തരികിട ബുദ്ധികൾ പ്രയോഗിച്ചതും. അവർ പറയുന്നത് ഒന്നും അവർക്ക് അനുകൂലമല്ല. അവർ ഓസിക്ക് എതിരെ ഇട്ട വീഡിയോ തന്നെ അവരെടുത്തു, അവർ കള്ളികളാണ് എന്ന് ഉറപ്പാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതെല്ലാം ഓസിക്ക് അനുകൂലമായി. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും നമ്മളെ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുമ്പോൾ, നമ്മളെ സഹോദരങ്ങളെ പോലെ കാണുമ്പോൾ, ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്റ്റാഫിന്, എൻ്റെ കടയിരിക്കുന്ന സ്റ്റാഫിന് അടിവസ്ത്രം, അവൾ വികലാംഗയാണ്, അവളുടെ സ്കൂട്ടറിന് കവറ്, അവൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അതിന് വേണ്ടി 1 രൂപ പോലും അവൾ എനിക്ക് വണ്ടി കൂലിക്കോ മറ്റൊരു ചിലവും തരില്ല. ഞാൻ ഈസ്റ്റ് കോട്ടിൽ പോയി തിരുവനന്തപുരത്ത് പോയാണ് ആ സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്, അടിവസ്ത്രം വരെ. അത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തതാണ്. പിന്നെ അവൾക്ക് ലോട്ടറി ഏജൻസി, സ്വന്തമായി ലോട്ടറി ലൈസൻസ് എടുക്കാൻ വേണ്ടി ലൈസൻസിന് വേണ്ടി ഞാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് കിട്ടിയില്ല എന്നുള്ളത് വേറെ കേസ്. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളെല്ലാം ഞാൻ അവൾക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലായ ഒരു കാര്യം, അമിതമായി നമ്മൾ ആരെയും സഹായിക്കാനും പാടില്ല, അമിതമായി നമ്മുടെ മനസ്സ് തുറക്കാനും പാടില്ല, നമ്മൾ അമിതമായി ആരെയും വിശ്വസിക്കാനും പാടില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ആ സെയിം അനുഭവം ഓസിക്കും. നമ്മുടെ മനസ്സിലൊരു ജാതി ചിന്ത, ഒരു സൗന്ദര്യമില്ലായ്മ, ഒരു നിറം, അങ്ങനെ ഒരാളെ അകറ്റി നിർത്തുന്ന യാതൊന്നും ഇല്ലാത്ത ഒരു പെർഫെക്റ്റായ ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ ഉറപ്പായും ചതിച്ചിരിക്കും. എന്നാൽ ഇതിലേതെങ്കിലും ഒന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ചതിക്കാൻ ഇത്തിരി പാടാണ്. 100% നിഷ്കളങ്കരായവരെയാണ് എളുപ്പം ചതിക്കുന്നത്. അത്തരം ചതിയിൽ ഓസിയെ പോലെ പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ പേര് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും അത് എനിക്കിന്നും ഒരു വിഷമം തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഞാൻ വിശ്വസിച്ച ഒരു കുട്ടി. ഞാൻ പറഞ്ഞ കമ്പനിയുടെ ഓഫറുകൾ മൊത്തം, പിന്നെ എന്ത് വിശേഷം വന്നാലും അതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കുമായിരുന്നു. എന്നിട്ടും അവൾ എന്നെ ചതിച്ചു. അതെനിക്ക് ഓർക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ ഒരിക്കലും ഒരാളെ കടയിൽ നമ്മളെ നിർത്തുമ്പോൾ അവരോട് ഒരിക്കലും ഈ വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക. 100% ഓസിക്ക് എൻ്റെ സപ്പോർട്ട്. പക്ഷേ അത് തൻ്റെ ഇടമായിട്ട് നേരിട്ടതിന് അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് വ്യക്തിപരമായി ഞാൻ നോക്കുന്നതാണെങ്കിൽ ഇത് രാഷ്ട്രീയപരമായി പാർട്ടിപരമായിട്ടൊക്കെ കൃഷ്ണകുമാറിനെതിരെ വെച്ച ഒരു കെണിയും കൂടിയാണ്. പിന്നെ ഓസിക്കും കുറച്ച് ശത്രുക്കളുണ്ട്. ഓസിക്ക് അറിയില്ലെങ്കിൽ ഓസിക്ക് കുറച്ച് ശത്രുക്കളും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒത്തു വന്നപ്പോൾ അവർക്ക് കുറച്ച് സമയം അനുകൂലമായി കാര്യങ്ങൾ നടന്നു എന്നല്ലാതെ അവർ 100% കള്ളികളാണ്. അവരെ സംരക്ഷിക്കാൻ ആരും താല്പര്യപ്പെടുന്നുമില്ല. പിന്നെ കൃഷ്ണകുമാറിനെ നാറ്റിക്കണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് കുറച്ച് നേരത്തേക്ക് കിട്ടിയത്. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഭർത്താക്കന്മാരും അതിന് നിങ്ങളെ സഹായിച്ചു ഹെൽപ്പ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അതിലും സങ്കടകരമാണ്. ഇങ്ങനെ നാറി ഉണ്ടാക്കുന്ന പണവും സ്വത്തും എന്തിനാണ് നമുക്ക് ജീവിതത്തിൽ? അപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് ഭാര്യമാരെ ഇനി മറ്റൊരു സ്ഥാപനത്തിൽ ഇനി ആരെങ്കിലും എടുക്കുമോ? അവരെ അറിയാത്ത ആരെങ്കിലും എടുക്കുമായിരിക്കാം. ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പാഠം പഠിക്കുക. ദിയയുടെ ഒരു പ്രഗ്നൻസി ഒരു ഫംഗ്ഷന് ആ കുട്ടികൾ വരുന്ന അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാം അവർ ആ ക്യാഷ് മോട്ടിച്ചതിൻ്റെതായ ഒരു ജീവിതശൈലി അവരിൽ വന്ന മാറ്റം അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ എന്തോ ദിയ വളരെ വൈകിപ്പോയി മനസ്സിലാക്കാൻ. പക്ഷേ ദിയ ജെന്യൂൻ ആയതുകൊണ്ട് ദൈവം ആ കുട്ടിയെ രക്ഷിച്ചു. നമുക്കാർക്കും ഇങ്ങനെ ഒരു ചതിയൊന്നും പറ്റാതിരിക്കട്ടെ. സത്യസന്ധമായി ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കൂ. അതിന് മാത്രമേ ഈ ലോകത്ത് സ്ഥാനമുള്ളൂ. അതിന് മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിലും സ്ഥാനമുള്ളൂ. ഈ ലോകത്തിൻ്റെ പോക്കനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുമെങ്കിലും സത്യത്തിന് എപ്പോഴും അതിൻ്റെതായ വിലയുണ്ട്. അങ്ങനെ തന്നെ സത്യത്തിൽ കൂടെ നടക്കുവാൻ സഞ്ചരിക്കുക. ഈശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി.